സോ അങ്ങനെ തലവൻ എന്ന് പറഞ്ഞ സിനിമയുണ്ട്. നല്ല അടിപൊളി ക്രൈം ത്രില്ലർ പടമാണ് തലവൻ. തുടക്കം തൊട്ട് അവസാനം വരെ നല്ല ഈ എൻഗേജിങ് ആയിക്കൊണ്ടാണ് ഈ സ്ക്രീൻ പ്ലേയും കാര്യങ്ങളും പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു തരത്തിലും ബോറടിക്കില്ല ഈ സിനിമ. അതാണ് ഈ സിനിമയെ പറ്റി എനിക്ക് ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത്. ഈ സിനിമയുടെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് അതന്നെ, നമ്മൾ ഒരിക്കലും ബോറടിക്കില്ല. ഒരു നിമിഷം വരെ നമ്മൾ ബോറടിക്കില്ല എന്നാണ് ഈ സിനിമേൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ സ്ക്രീൻ പ്ലേ ഒരു രക്ഷയില്ല, അത് പറഞ്ഞേ പറ്റൂ. കാണിക്കേണ്ട സാധനങ്ങൾ മാത്രം കാണിച്ച് അതിനകത്ത് സ്റ്റിക്ക് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ പോകുന്നത്. സോ അതുകൊണ്ട് എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമായി. ഏറ്റവും മെയിൻ പോസിറ്റീവ് പറയുമ്പോൾ അതിൻ്റെ ഒരു എൻഗേജിങ് ഫാക്ടറിനെ ഈ സിനിമയുള്ള അത് തുടക്കം തൊട്ട് തന്നെ ഇതിൻ്റെ സ്റ്റോറി ലൈൻ കാര്യങ്ങൾ ഹുക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സ്റ്റോറി ലൈനും കാര്യങ്ങളും തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മളെ ബിജു മേനോൻ്റെയും ആസിഫ് അലിൻ്റെയും എല്ലാ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻസും അവരെ ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ ഹുക്കായിക്കൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുപോകുന്നതിനെ കൊണ്ട് തന്നെ പടം നമുക്ക് അവസാനം വരെ തന്നെ നല്ല ഈക്കനെ എൻജോയ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സാധാ ക്രൈം ത്രില്ലറും കാര്യങ്ങളും പോലെ തന്നെയാണ് ഈ ക്രൈം ത്രില്ലെങ്കിലും ഇതിനകത്ത് കുറച്ച് പുതുമയായിട്ടുള്ള കുറേ എലമെൻറ്റ്സും കാര്യങ്ങളും ഇവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ബിജു മേനോൻ ആസിഫ് അലിൻ്റെ ക്യാരക്ടർ കോമ്പിനേഷൻസ് ഒക്കെ ഒരു രക്ഷയില്ല എന്ന് പറയാൻ പറ്റും. സോ അവർ തമ്മിലൊരു ഈഗോ ക്ലാഷും കാര്യങ്ങളെല്ലാം ഗംഭീരമാക്കി തന്നെയാണ് കാണിച്ചിട്ടുണ്ട്. സോ ഈ സിനിമേൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുമ്പോൾ SIയും CIയും തമ്മിലൊരു ഈഗോ ക്ലാഷ്. സോ അവരോടൊക്കെ ഒരു ക്രൈം നടക്കുന്നു. സോ ആ ക്രൈം ഇവർ രണ്ടാളും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. സോ നല്ലൊരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ് ആദ്യമേ പറഞ്ഞേ പറ്റും. പിന്നെ ബിജു മേനോൻ്റെ ആസിഫ് അലിൻ്റെ പെർഫോമൻസ്, ഇവരെ ഒരു കോമ്പിനേഷൻസ് ഒക്കെ ഗംഭീരമാണ്. ഇവരെപ്പോൾ സ്ക്രീനിൽ വരുന്നോ ഒക്കെ രോമാഞ്ചാണ്. അത് ഈ സിനിമാക്കാരെ ഇതിനു വേണ്ടി തന്നെ എഡിറ്റ് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല. അത് ശരിക്കും നമുക്ക് സ്ക്രീനിൽ വരുമ്പോൾ അവരെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഗംഭീരമാണ്. അതെന്താണെന്ന് അറിയില്ല. അതായത് ഈ ഒരു തലവൻ എന്ന് പറഞ്ഞിട്ടുള്ള തീം സോങ് തന്നെ ഉണ്ട്. ഈ ഒരു സിനിമ കാണാനുള്ള കാരണം എന്ന് പറയുമ്പോൾ എനിക്ക് ആ തീം സോങ് ഇഷ്ടമായതിനെ കൊണ്ട് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ ഒരു തീം സോങ് വേറെ ലെവലാണ്. ഇപ്പോൾ ദീപക് ദേവാൻ്റെ മ്യൂസിക് കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടുള്ളത്. മൂപ്പരെ മുമ്പത്തെ മ്യൂസിക്കും കാര്യങ്ങളും അടിപൊളി തന്നെയാണ്. അതേപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള സാധനം തന്നെയാണ് അത്. സോ ആ ഒരു മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു മ്യൂസിക്കാണ്. സോ ആ ഒരു മ്യൂസിക് ഈ ഒരു തിയേറ്ററിന് എക്സ്പീരിയൻസ് ചെയ്താലുള്ള കാര്യം അതും കൂടി കാണാനുള്ള ആകാംക്ഷയിലാണ് ഈ സിനിമ ഞാൻ കണ്ടത്. സോ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടി. അതൊരു ക്ലൈമാക്സ് പോർഷൻ കാര്യങ്ങളാണ് ഈ സിനിമയിലെ വെച്ചിട്ടുള്ളത്. തീം മ്യൂസിക്കല്ലേ അതൊക്കെ ഭയങ്കര ഗൂസ് ബംസ് എല്ലാം ആയിരുന്നു. അതൊക്കെ ഗംഭീരമായിട്ട് തന്നെ ഫീൽ ചെയ്തു. ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷൻ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. തുടക്കം തൊട്ട് അവസാനം വരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള സ്റ്റോറി ലൈൻ. ഈ ക്രൈം നടക്കുന്നതിന് മുന്നേ തന്നെ ഈ സ്റ്റോറി ലൈനിൽ നമ്മളെ ഹുക്കാക്കുന്നുണ്ട്. ഇവർ ഈ ബിജു മേനോൻ്റെയും ഈ ഒരു ആസിഫ് അലിൻ്റെ ക്യാരക്ടേഴ്സ് തമ്മിൽ നമ്മളെ ഹുക്കാക്കിയിട്ട് തന്നെയാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ ക്രൈം നടക്കുമ്പോൾ തന്നെ ആ ഗ്രിപ്പിംഗ് അത്രയ്ക്കും നമുക്ക് ആ ഒരു എൻഗേജ്മെൻറ്റും കാര്യങ്ങളും ഗ്രിപ്പിംഗ് ആവും. സോ തുടക്കം തൊട്ട് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒന്നുമില്ല, തുടക്കവും അവസാനം ഒരേ നിലയിൽ തന്നെ ഒരേ പേസിങ് തന്നെ ആ നോർമൽ സ്റ്റോറി ലൈനിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊണ്ടുപോകുന്നത്. സോ ഗംഭീര ക്രൈം ത്രില്ലർ തന്നെയാണ്. ഒരു മിസ്റ്ററിക്കൽ സാധനങ്ങളിൽ വെച്ചിട്ട് തന്നെയാണ് ഈ സാധനം പോകുന്നത്. പിന്നെ ഇടയ്ക്ക് വരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളും അടിപൊളിയാണ്. ദീപക് ദേവൻ്റെ സ്കോറും കാര്യങ്ങളാണ്. സോ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അല്ല പൊളി തന്നെയാണ്. ഇപ്പം ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്ന പോർഷൻസും കാര്യങ്ങളും വെക്കായിരുന്നു. ബട്ട് ഈ ഒരു സിനിമ മൊത്തം റിയലിസ്റ്റിക്കലാണ് പിടിച്ചിട്ടുള്ളത്. കുറേ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് എല്ലാം കുത്തിക്കയറ്റുന്ന സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോൾ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും അത്രയ്ക്ക് റിയലിസ്റ്റിക്കലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതായത് ഈ സിനിമേൻ്റെ ഒരു പ്രത്യേകത കൂടി പറയാം. ഫുള്ളി തുടക്കം തൊട്ട് അവസാനം പിന്നെ നല്ല റിയലിസ്റ്റിക്കലാണ് പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരു മൂഡ് തന്നെ നമുക്ക് ഈ സിനിമ കണ്ട് ആസ്വദിക്കാൻ കഴിയും. സോ അതൊരു വലിയ കാര്യം തന്നെയാണ്. സോ അങ്ങനെ കൊമേഴ്ഷ്യൽ എലമെൻറ്റ്സും എലിവേറ്റ് ചെയ്യാനുള്ള ഭയങ്കരമായിട്ടുള്ള മ്യൂസിക്കും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. മൊത്തം റിയലിസ്റ്റിക്കലി എന്താണ് മ്യൂസിക് ആവശ്യം, എന്താണ് ആ ഒരു പോയിന്റിൽ ആവശ്യം, എല്ലാം നല്ല ഈക്കൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ടോട്ടലി പറയുകയാണെങ്കിൽ ഗംഭീര പടത്തിൽ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. എസ്പെഷ്യലി ആസിഫ് അലിൻ്റെയും ബിജു മേനോൻ്റെ കോമ്പിനേഷൻ സീക്വൻസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. ബിജു മേനോ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്ന ഒരു ഹെവി സാധനം തന്നെയായിരിക്കും. നിങ്ങൾക്ക് അറിയാം, മുമ്പെല്ലാം പോലീസ് സ്റ്റേഷനിൽ ചെയ്ത് തന്നെയാണ്. പിന്നെ ആസിഫ് അലി മുമ്പ് പോലീസ് സ്റ്റേഷൻ ചെയ്ത കാര്യങ്ങളിൽ അറിയാം. കൂമലിലൊക്കെ കണ്ടാണ്. മൂപ്പർ ഇപ്പോൾ റീസിൽ കുറേ ഫെയിൽ ആയിട്ട് മൂവീസ് ഉണ്ട്. സോ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ എത്രയോ മടങ്ങ് വേദമായിട്ടുള്ള അടിപൊളി പടമാണ് ഇത്. മൂപ്പർ ലാസ്റ്റ് ആയിട്ട് അടിപൊളി പടം എന്ന് പറയുമ്പോൾ കൂമൻ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒന്നുമില്ല, അതിനകത്തുള്ള പോലീസ് സ്റ്റേഷൻ പോലെ തന്നെ അത് ചിലപ്പോൾ അതിനെക്കാട്ട് അടിപൊളിയായിട്ട് തന്നെ ഈ സിനിമയിൽ മൂപ്പർ ഈ വേഷം ചെയ്തിട്ടുണ്ട്. മൂപ്പർ ഇടയ്ക്ക് ഒരു ഇമോഷണൽ സീക്വൻസ് എല്ലാം വരുന്നുണ്ട്. അതായത് ഈ പോലീസ് സ്റ്റേഷൻ ചെയ്യുമ്പോൾ ഇമോഷൻസ് മുഖത്ത് വരുന്ന കാര്യങ്ങളെല്ലാം ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതൊരു ആസിഫ് അലിൻ്റെ ഒരു മെയിൻ ഫാക്ടർ തന്നെയാണ്. മൂപ്പരേക്ക് കിട്ടുന്ന സിനിമകൾ ഇങ്ങനെയാണെന്നെ കൊണ്ട് തന്നെയാണ്. പക്ഷേ മൂപ്പരെ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഈ സിനിമ കാണാം. പിന്നെ അതിനൊക്കെ വരെ കോമ്പിനേഷൻസും കാര്യങ്ങളും പിന്നെയും പറയാമെന്ന് വെച്ചാൽ അടിപൊളി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് ക്യാരക്ടേഴ്സ് ഇടയ്ക്ക് സ്ക്രീനിൽ വരുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ രോമാഞ്ചം അടിച്ചു. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. അതിന് വേണ്ടിയിട്ട് ഇവർ ഈ ഒരു മ്യൂസിക് എലിവേഷനോ അങ്ങനത്തെ സ്ലോ മോഷൻസോ കാര്യങ്ങളൊന്നുമില്ല. ക്ലൈമാക്സ് പോർഷനിലേക്കെല്ലാം വരുമ്പോൾ ആ ഒരു സാധനം ഇവർ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അത് നല്ല ഇങ്ങനെ വർക്കൗട്ട് ആയിട്ട് വേണം പറയാം. ഇനി വേണമെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു ഹുക്കും കൂടി ഇവർ കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതാണ് ഞാൻ പറഞ്ഞ ക്ലൈമാക്സ് പോർഷനൊക്കെ അടിപൊളിയാണ്. സോ ഫുള്ളി പറയുമ്പോൾ അടിപൊളി ക്രൈം ത്രില്ലർ തന്നെയാണ്. എല്ലാവരും കണ്ടുനോക്കാനാണ് എനിക്ക് പറയുന്നത്. തിയേറ്റർ കാണാനുള്ള സ്റ്റെഫും കാര്യങ്ങളും ഉണ്ട്. സോ തിയേറ്റർ റെസ്പോൺസ് ഒക്കെ അടിപൊളി തന്നെയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ കണ്ടിട്ടാലും എന്തായാലും തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി ക്രൈം ത്രില്ലർ ഡ്രാമ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു തലവൻ എന്ന് പറഞ്ഞ സിനിമ. സോ കണ്ടിട്ട് എന്തായാലും കണ്ടുനോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.